എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുട്ടികളെല്ലാം പരീക്ഷാ ചൂടിലാണെന്നറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായി 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ടേസ്റ്റി മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. 250 ml കപ്പിൻ്റെ അളവിൽ 3/4 കപ്പ് പാല്, പിന്നെ നമുക്കിതിലേക്ക് 2 മുട്ട ആവശ്യമുണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് വേണം നിർബന്ധമില്ല, അതിന് പകരം പഞ്ചസാര ആഡ് ചെയ്താലും മതി. പിന്നെ വാനില എസൻസ്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ടയുടെ വെള്ളം മാത്രമേ ഞാൻ എടുക്കണുള്ളൂ, മഞ്ഞ എടുക്കണില്ല. മഞ്ഞയും കൂടെ ആഡ് ചെയ്താൽ പുഡിങ്ങിന് മുട്ടയുടെ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ വെള്ളം മാത്രമായിട്ട് എടുക്കുന്നത്. നിങ്ങൾ വെള്ളയും മഞ്ഞയും കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മുട്ട നിങ്ങൾക്ക് എടുത്താൽ മതിയാവും. നിങ്ങളുടെ താല്പര്യപ്രകാരം ഇതിലേക്ക് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താവുന്നതാണ്. നമുക്കിനി മുട്ടയൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പാല് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 3/4 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനിതിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്താലും മതി. അതൊരു 3-4 ടീസ്പൂൺ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ ഒത്തിരി ടേസ്റ്റ് കൂടും. അതുപോലെ പഞ്ചസാര ആഡ് ചെയ്യേണ്ട. പിന്നെ ഈ മുട്ടയുടെ സ്മെല്ലും ഉണ്ടാവില്ല. അതാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന പാത്രം എന്നില്ല, ഏത് സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കായാലും സ്വല്പം എണ്ണ തടവിയിട്ട് നമുക്കിത് ഒഴിച്ച് ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് നമുക്ക് 10-15 മിനിറ്റ് നേരം വേവിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. ഞാനിതിൽ നന്നായിട്ട് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിത് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവിമ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള പാത്രം കുക്കറിൽ കൊള്ളണതാണെങ്കിൽ കുക്കറിൽ സ്വല്പം വെള്ളം എടുത്തിട്ട് അത് തിളച്ചതിന് ശേഷം ഈ പാത്രം മൂടിയോട് കൂടിയിട്ട് ഇറക്കി വെച്ച് കുക്കറിൻ്റെ വെയിറ്റ് ഊരിയിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് ഒരു 10-15 മിനിറ്റ് അതിനുള്ളിൽ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം വെച്ചാൽ അത് ചെയ്യാം. ഈ പാത്രം എനിക്ക് കുക്കറിൽ കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അതുപോലെ ഇതിനുള്ള മൂടി കറക്റ്റായിട്ടില്ല എൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുന്നത്. അങ്ങനെ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുത്തിട്ട് മൂടിയാൽ മതി. നമ്മൾ ബാറ്ററൊക്കെ പാത്രത്തിലേക്ക് ഒഴിച്ച് അടച്ച് കറക്റ്റായിട്ടുണ്ട്. അതുപോലെ വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ മേലേക്ക് അത് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് അതിനുള്ളിൽ നമ്മുടെ മിൽക്ക് പുഡിങ് റെഡിയായി കിട്ടും. 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. വെന്ത് കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് തണുത്തതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അരുവൊക്കെ ഒന്ന് മെല്ലെ വിടിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നമുക്കിത് സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ എളുപ്പമാണ്.
കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ടേസ്റ്റി മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.